ഹലോ, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഈസി ആയിട്ട് ഒരു ചിക്കൻ പെരട്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ തീയ് സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മളല്ലെങ്കിൽ ഈ ചൂടായ എണ്ണയിലേക്ക് പൊടി ചേർക്കുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീ സിമ്മിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഒരു 4-5 പച്ചമുളക് അരിഞ്ഞു വെച്ചതും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും അല്ലെങ്കിൽ ചതച്ചിട്ടോ അരിഞ്ഞിട്ടോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കഴുകി വെച്ച് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ ഇളക്കി എല്ലായിടത്തും ചിക്കനിൽ എല്ലായിടത്തും ഈ മസാല പിടിക്കുന്ന തരത്തിൽ നമ്മളിത് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് യോജിപ്പിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാൻ ഞാൻ മറന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ, ചിക്കൻ മസാല കുറച്ച് എടുത്തിട്ട് 2 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന ആ വെള്ളം ഇതിലേക്ക് പിടിച്ചോളും, ഇതിൽ വന്നോളും. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇളക്കി എല്ലായിടത്തും യോജിപ്പിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഇത് കൂട്ടി വെച്ചിട്ട് ഇതടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അതിനിടയിൽ ഒന്ന് തുറന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ ഞാനിതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണിത്. അപ്പോൾ ഇതിലേക്കിപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പം ഉപ്പ് ഇത്തിരി കുറവുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു മീഡിയം സൈസുള്ള ഒരു 1-1.5 സവോള നമുക്ക് എടുക്കാം. അത് സ്ലൈസ് ചെയ്തെടുത്തത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ സവോളയ്ക്ക് ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സവോളയുടെ ഒപ്പം തന്നെ ചേർക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കയ്യിൽ തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ 2 തക്കാളി അരിഞ്ഞ് മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കിയിട്ട് ഒഴിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ തക്കാളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തൈര് നല്ലതുപോലെ അടിച്ച് ലൂസാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കപ്പോളം തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമ്മളിത് ഒന്നും കൂടെ അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിക്കുകയാണ്. അപ്പോൾ ഇത് ഈ സമയത്തൊക്കെ നമ്മൾ തീ കുറച്ച് കൂട്ടിയിട്ടാണ് ഇടുന്നത്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് വേവിക്കേണ്ടത്. അപ്പോൾ തക്കാളി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. തക്കാളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ തൈര് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് വേവട്ടെ, നല്ലപോലെ അങ്ങനെ ഇപ്പോൾ ഞാൻ ഇത് ചെയ്തതിന് ശേഷം ഇപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നിട്ട് നമ്മുടെ ഉണക്കമുളക് കുറച്ച് മിക്സിയിൽ ചതച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ ഞാൻ അടച്ച് വെച്ച് വേവിച്ചു. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.